ക്ലാസ് 10 ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കിലെ ജോഗ്രഫി ചാപ്റ്ററിൽ നിന്നുള്ള പാഠഭാഗങ്ങളാണ് നമ്മൾ ഓഡിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ചാപ്റ്റർ 3 ജോഗ്രഫി പാഠഭാഗത്ത് ചാപ്റ്റർ 3 മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് ഈ പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. ചാപ്റ്ററിലേക്ക് കിടക്കാം. ഭൂമധ്യരേഖ കാലാവസ്ഥയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏഷ്യ ഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങളാണ് ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, പാപ്പുവ ന്യൂഗിനിയ. ഭൂമധ്യരേഖ കാലാവസ്ഥ രാജ്യങ്ങളാണ് ഇതെല്ലാം. അതായത് ഏഷ്യ ഭൂഖണ്ഡത്തിൽ വരുന്ന ഭൂമധ്യരേഖ കാലാവസ്ഥ രാജ്യങ്ങളാണ് ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, പാപ്പുവ ന്യൂഗിനിയ. ആഫ്രിക്ക ഭൂഖണ്ഡത്തിൽ വരുന്ന ഭൂമധ്യരേഖ കാലാവസ്ഥ രാജ്യങ്ങളാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, ഗാബോൺ എന്നിവ. തെക്കേ അമേരിക്കയിലാണെങ്കിൽ ബ്രസീൽ, കൊളംബിയ, പെറു, ഇക്വഡോർ. ഏതൊക്കെയാണ്? ബ്രസീൽ, കൊളംബിയ, പെറു, ഇക്വഡോർ. അപ്പോൾ 3 ഭൂഖണ്ഡങ്ങളിൽ വരുന്ന ഭൂമധ്യരേഖ കാലാവസ്ഥ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഏഷ്യയിലാണെങ്കിൽ ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, പാപ്പുവ ന്യൂഗിനിയ. ആഫ്രിക്കയിലാണെങ്കിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, ഗാബോൺ. തെക്കേ അമേരിക്കയിലാണെങ്കിൽ ബ്രസീൽ, കൊളംബിയ, പെറു, ഇക്വഡോർ എന്നിവയാണ്. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ രീതിയിൽ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയുടെ സവിശേഷതകൾ പറഞ്ഞു പോയതാണ്. വളരെ വിശദമായിട്ട് ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയുടെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വർഷം മുഴുവൻ താപനില ഏറെക്കുറെ ഒരുപോലെയാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ. ഈ പ്രദേശത്ത് കാലികമായും ദൈനികമായും താപനിലയിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാകുന്നില്ല. മാസിക ശരാശരി താപനിലയും വാർഷിക ശരാശരി താപനിലയും 27 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. ശൈത്യകാലം അനുഭവപ്പെടാറില്ല. ഇവിടെ വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതാണ് ഇതിനൊക്കെ കാരണം. അപ്പോൾ വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത് കൊണ്ട് തന്നെ വർഷം മുഴുവൻ താപനില ഏറെക്കുറെ ഒരുപോലെയാണ്. അതേപോലെ തന്നെ കാലികമായും ദൈനികമായും വ്യത്യാസമുണ്ടാകുന്നില്ല ഇതിൽ. അതേപോലെ മാസിക ശരാശരി താപനിലയും വാർഷിക ശരാശരി താപനിലയും 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ശൈത്യകാലം ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ അനുഭവപ്പെടാറില്ല. പ്രഭാതങ്ങളിൽ മിതമായ താപനിലയാണ് അനുഭവപ്പെടുന്നതെങ്കിലും ക്രമേണ താപനില വൻതോതിൽ ഉയരുന്നു. ഇത് ഉയർന്ന തോതിലുള്ള ബാഷ്പീകരണത്തിനും ഉച്ചകഴിഞ്ഞുള്ള കനത്ത സംവഹന മഴയ്ക്കും കാരണമാകുന്നു. വർഷം മുഴുവൻ കനത്ത മഴ ലഭിക്കുന്ന പ്രദേശമാണിത്. 175 ഡിഗ്രി സെൽഷ്യസ് മുതൽ 175 സെൻറ്റിമീറ്റർ മുതൽ 250 സെൻറ്റിമീറ്റർ വരെയാണ് വാർഷിക മഴ. അപ്പോൾ വർഷം മുഴുവൻ താപനില ഏറെക്കുറെ ഒരുപോലെയാണ്, ഉയർന്ന താപനിലയാണ് അനുഭവപ്പെടുന്നു പറഞ്ഞു. അതുപോലെ തന്നെ കനത്ത മഴ ലഭിക്കുന്ന പ്രദേശം കൂടിയാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. 175 സെൻറ്റിമീറ്റർ മുതൽ 250 സെൻറ്റിമീറ്റർ വരെയാണ് വാർഷിക മഴ. സംവഹന വൃഷ്ടി കൂടാതെ ചിലയിടങ്ങളിൽ ശൈലവൃഷ്ടിയും ലഭിക്കാറുണ്ട്. നിർവാത മേഖലയിലെ വായുപ്രവാഹങ്ങളുടെ സംയോജനം മൂലമുണ്ടാകുന്ന അന്തരീക്ഷ അസ്വസ്ഥതകൾ ഇടവിട്ടുള്ള നേരിയ ചക്രവാത വൃഷ്ടിക്കും കാരണമാകാറുണ്ട്. എല്ലാ മാസവും മഴ ലഭിക്കുന്ന ഇവിടെ പ്രത്യേക വരണ്ട കാലം അനുഭവപ്പെടാറില്ല. അപ്പോൾ ഭൂമധ്യരേഖ കാലാവസ്ഥയുടെ പൊതു സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി ചുരുക്കി പറയാം. ഒന്നാമതായിട്ട് വർഷം മുഴുവൻ താപനില ഏറെക്കുറെ ഒരുപോലെയാണ്. ഇനി ഈ പ്രദേശത്ത് കാലികമായും ദൈനികമായും താപനിലയിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാകുന്നില്ല. മാസിക ശരാശരി താപനിലയും വാർഷിക ശരാശരി താപനിലയും 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ശൈത്യകാലം അനുഭവപ്പെടാറില്ല. ഇവിടെ താപനില ഉയരുന്നത് കൊണ്ട് തന്നെ സംവഹന മഴ ലഭിക്കുന്നുണ്ട്. പിന്നെ എന്താണ് വാർഷിക മഴയുടെ ശരാശരി എന്ന് പറയുന്നത് 175 സെൻറ്റിമീറ്റർ മുതൽ 250 സെൻറ്റിമീറ്റർ വരെയാണ്. സംവഹന വൃഷ്ടി കൂടാതെ ശൈലവൃഷ്ടിയും അതേപോലെ തന്നെ ചക്രവാത വൃഷ്ടിയും ഇവിടെ ലഭിക്കുന്നുണ്ട്. പിന്നെ
എല്ലാ മാസവും മഴ ലഭിക്കുന്ന ഇവിടെ പ്രത്യേക വരണ്ട കാലം അനുഭവപ്പെടാറില്ല. എല്ലാ മാസവും മഴ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേക വരണ്ട കാലം അനുഭവപ്പെടാറില്ല. ഇനി എന്താണ് നിർവാത മേഖല എന്ന് നോക്കാം. വർഷം മുഴുവൻ ഉയർന്ന അളവിൽ സൗരോർജം ലഭിക്കുന്നത് മൂലം ഭൂമധ്യരേഖയ്ക്ക് ഉടനീളം താപജന്യമായ ഒരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നു. ഇവിടെ വായുവിൻ്റെ തിരശ്ചീന സഞ്ചാരം സാധ്യമാകുന്നില്ല. ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് വീശുന്ന വാണിജ്യവാതങ്ങളുടെ സംയോജന മേഖല കൂടിയാണ്. ഈ മേഖലയാണ് നിർവാത മേഖല എന്ന് പറയുന്നത്. എന്താണ് നിർവാത മേഖല? വർഷം മുഴുവൻ ഉയർന്ന അളവിൽ സൗരോർജം ലഭിക്കുന്നത് മൂലം ഭൂമധ്യരേഖയ്ക്ക് ഉടനീളം താപജന്യമായ ഒരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നു. ഇവിടെ വായുവിൻ്റെ തിരശ്ചീന സഞ്ചാരം സാധ്യമാകുന്നില്ല. ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് വീശുന്ന വാണിജ്യവാതങ്ങളുടെ സംയോജന മേഖല കൂടിയാണിത്. ഇനി ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരമായ കിളിമഞ്ചാരോ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു കൊടുമുടിയാണ് ഏത്? കിളിമഞ്ചാരോ. അപ്പോൾ കിളിമഞ്ചാരോ കൊടുമുടി ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലാണ് ഉൾപ്പെടുന്നതെങ്കിലും ഇത് വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന ആഫ്രിക്കയിലെ ഒരു കൊടുമുടിയാണ്. ഗിനിയുടെ തീരങ്ങളിൽ രാത്രികാലങ്ങളിൽ വീശുന്ന ഹർമാറ്റൻ എന്ന പ്രാദേശികവാദം അവിടുത്തെ താപനില കുറയ്ക്കുന്നു. അപ്പോൾ ഗിനിയയും ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ വരുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ അവിടെ വീശുന്ന കാറ്റാണ് ഹർമാറ്റൻ. രാത്രികാലങ്ങളിൽ അവിടെ വീശുന്ന കാറ്റാണ് ഹർമാറ്റൻ. ഇത് അവിടുത്തെ താപനില കുറയ്ക്കാനായിട്ട് കാരണമാകുന്നു. ഇനി ഇവിടുത്തെ വനം, അതായത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ വനങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന നിബിഡ വനങ്ങളാണ് ഈ കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകത. തെക്കേ അമേരിക്കയിലെ ആമസോൺ തടം, മധ്യ പശ്ചിമ ആഫ്രിക്ക, ഇന്തോനേഷ്യ, മലായ് ഉപദ്വീപ്, ന്യൂ ഗിനിയ എന്നിവിടങ്ങളിലായി ഈ മഴക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഏതാണ് മഴക്കാടുകൾ? ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന നിബിഡ വനങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. ആമസോൺ തടങ്ങളിൽ കാണപ്പെടുന്ന മഴക്കാടുകളെ സെൽവാസ് എന്ന് വിളിക്കുന്നു. ഈ മഴക്കാടുകളെ ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്നും വിളിക്കുന്നു. അപ്പോൾ ആമസോൺ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകളെ വിളിക്കുന്ന പേരെന്താണ്? സെൽവാസ്. ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകളാണ് സെൽവാസ്. ഇവയെ ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്നും വിളിക്കുന്നു. എബണി, മഹാഗണി, സിങ്കോണ, റോസ്വുഡ് എന്നിങ്ങനെയുള്ള വൻമരങ്ങൾ ഉൾപ്പെടെ ധാരാളം വ്യത്യസ്തങ്ങളായ നിത്യഹരിത വൃക്ഷങ്ങൾ ഈ വനങ്ങളിൽ കാണപ്പെടുന്നു. വൻമരങ്ങളെ കൂടാതെ ചെറുപനകൾ, ഇലിയാനാസ് പോലുള്ള വള്ളിച്ചെടികൾ, മരവാഴകൾ പോലുള്ള എപ്പിഫൈറ്റ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സസ്യങ്ങൾ, ധാരാളം പരാത സസ്യങ്ങൾ, പന്നൽ ചെടികൾ, ലാലങ് പോലുള്ള പുൽവർഗ സസ്യങ്ങൾ എന്നിവ ഇവിടെ ഇടതൂർന്നു വളരുന്നു. ഒരു നിശ്ചിത പ്രദേശത്ത് അനേകം സസ്യവർഗ്ഗങ്ങൾ ഒരുമിച്ച് കാണപ്പെടുന്നതാണ് ഈ മഴക്കാടുകളുടെ ഒരു പ്രത്യേകത. മലേഷ്യൻ മഴക്കാടുകളിൽ 1 ഏക്കറിൽ 200-ൽ അധികം സസ്യവർഗ്ഗങ്ങൾ കാണപ്പെടുന്നു. വലിയ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഈ നിത്യഹരിത മഴക്കാടുകൾ ലോകത്തിൻ്റെ ശ്വാസകോശം എന്ന് വിളിക്കപ്പെടുന്നു. ഭൂമധ്യരേഖാ മഴക്കാടുകളിൽ പലയിടങ്ങളിലും സ്ഥാനമാറ്റ കൃഷി ആണ് ചെയ്യുന്നത്. എന്താണ് സ്ഥാനമാറ്റ കൃഷി? വനം വെട്ടിച്ചുട്ട് കൃഷി ചെയ്യുന്നതാണ് സ്ഥാനമാറ്റ കൃഷി. ഇത്തരം പ്രദേശങ്ങളിൽ കൃഷിക്ക് ശേഷം പിന്നീട് ഉപേക്ഷിക്കപ്പെടുമ്പോൾ അവിടങ്ങളിൽ മറ്റൊരു വനം രൂപപ്പെടാൻ തുടങ്ങുന്നു. ഇത്തരത്തിൽ വളരുന്ന ദ്വിതീയ വനങ്ങളെ ബെലുഗാർ, മലേഷ്യയിൽ വിളിക്കുന്നത് ബെലുഗാർ എന്നറിയപ്പെടുന്നു. ഇങ്ങനെ വളരുന്ന ദ്വിതീയ വനങ്ങളാണ് ബെലുഗാർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഭൂമധ്യരേഖാ കാലാവസ്ഥ മേഖലയിലെ മഴക്കാടുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന നിബിഡ വനങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇനി ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകളെ എന്താണ് പറയുന്നത്? അവയെ സെൽവാസ് എന്നാണ് പറയുന്നത്, അഥവാ ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്നും പറയും. പിന്നെ ഇവിടെ കാണപ്പെടുന്ന പ്രധാന വൃക്ഷങ്ങളാണ് എബണി, മഹാഗണി, സിങ്കോണ, റോസ്വുഡ് എന്നിവ. പിന്നെ ഇവിടെ കാണുന്ന പുൽവർഗത്തിന് പറയുന്ന പേരാണ് ലാലങ്.
പുൽവർഗത്തിൻ്റെ പേരെന്താണ്? ലാലങ്. ഒരു നിശ്ചിത പ്രദേശത്ത് അനേകം സസ്യവർഗ്ഗങ്ങൾ ഒരുമിച്ച് കാണപ്പെടുന്ന അതാണ് ഈ മഴക്കാടുകളുടെ മറ്റൊരു പ്രത്യേകത. 200-ൽ അധികം സസ്യവർഗ്ഗങ്ങളാണ് ഒരു മഴക്കാടുകളിൽ ഒരു ഏക്കറിൽ കാണപ്പെടുന്നത്. പിന്നെ ഈ മഴക്കാടുകളെ ലോകത്തിൻ്റെ ആമസോൺ മഴക്കാടുകളെ എന്താണ് പറയുന്നത്? ലോകത്തിൻ്റെ ശ്വാസകോശം എന്നാണ് വിളിക്കുന്നത്. ഇവിടെ കാണപ്പെടുന്ന പ്രധാന കൃഷിയാണ് സ്ഥാനമാറ്റ കൃഷി. പിന്നെ ഈ സ്ഥാനമാറ്റ കൃഷിയിലൂടെ ഇവിടെ വളരുന്ന ദ്വിതീയ വനങ്ങളെ വിളിക്കുന്ന പേരാണ് ബെലുഗാർ. ദ്വിതീയ വനങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? ബെലുഗാർ. ഇനി ഭൂമധ്യരേഖാ പ്രദേശത്തെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് നോക്കാം. എന്താണ്? ജൈവ വൈവിധ്യത്തിൽ സമ്പന്നമാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല. ഇവിടുത്തെ കാലാവസ്ഥാ പ്രത്യേകതകൾ മൂലം മിക്കവാറും ജീവികൾ മരങ്ങളിലാണ് ജീവിക്കുന്നത്. ഇവയെ അർബോറിയൻ ജീവികൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ മരങ്ങളിൽ ജീവിക്കുന്ന ജീവികളെ വിളിക്കുന്നത് എന്താണ്? അർബോറിയൻ ജീവികൾ. നിബിഡമായ ഈ മഴക്കാടുകളുടെ ഉള്ളിലേക്ക് മതിയായ സൂര്യപ്രകാശം എത്തിപ്പെടാത്തതിനാൽ അടിക്കാടുകൾ വളരുന്നില്ല. അതിനാൽ നിലത്ത് ജീവിക്കുന്ന സസ്യഭോജികളായ മൃഗങ്ങൾ പൊതുവെ ഇവിടെ കുറവാണ്. ഇനി ലീമറുകൾ, ആൾക്കുരങ്ങുകൾ, ഒറാങ്ങുട്ടൻ, മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഉരഗങ്ങൾ, ചീങ്കണ്ണി തുടങ്ങിയ വ്യത്യസ്ത ഇനം ജന്തുജാലങ്ങളും തത്ത, ടുക്കാൻ, വേഴാമ്പൽ എന്നിങ്ങനെ പക്ഷിവർഗങ്ങളും കാണപ്പെടും. അപ്പോൾ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ ജൈവ വൈവിധ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? ഭൂമധ്യരേഖ പ്രദേശത്തെ ജന്തുവൈവിധ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ എന്താണ്? ജൈവ വൈവിധ്യത്തിൽ അതിസമ്പന്നമായ ഏരിയയാണ്. മരങ്ങളിൽ വളരുന്ന ജീവികളെ വിളിക്കുന്നത് അർബോറിയൻ ജീവികൾ എന്നാണ്. ഇവിടെ അടിക്കാടുകൾ വളരാറില്ല. കാരണം സൂര്യപ്രകാശം താഴേക്ക് എത്താതെ കൊണ്ട് തന്നെ. അതുകൊണ്ട് അതിനാൽ നിലത്ത് ജീവിക്കുന്ന സസ്യഭോജികളായ മൃഗങ്ങൾ ഇവിടെ പൊതുവെ കുറവാണ്. ഇനി ഭൂമധ്യരേഖാ പ്രദേശത്തെ കാലാവസ്ഥാ മേഖലയിലുള്ള പ്രദേശത്തെ തദ്ദേശീയരെക്കുറിച്ച് നോക്കാം. ആഫ്രിക്കയിലെ പിഗ്മികൾ, ആമസോൺ തടത്തിലെ ഇന്ത്യൻ ഗോത്രവിഭാഗക്കാർ തുടങ്ങിയവർ ഉൾപ്പെടുന്നതാണ് ഈ മേഖലയിലെ പ്രധാന തദ്ദേശീയർ. ഇനി ഇവിടുത്തെ കൃഷിരീതി ഏതാണ്? സ്ഥാനമാറ്റ കൃഷി അഥവാ വെട്ടിച്ചൂട്ട് കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്. മരച്ചീനി, ചേന, ചോളം, വാഴ, നിലക്കടല എന്നിവയാണ് പ്രധാന വിളകൾ. യൂറോപ്യന്മാരുടെ വരവോടെ ഈ മേഖലയിൽ എന്താണ്? തോട്ടവിള കൃഷി ആരംഭിച്ചു. ലോകത്തിൽ റബ്ബർ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവ. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന മറ്റൊരു തോട്ടവിളയാണ് കൊക്കോ. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെല്ലാം പുരാതന ഗോത്ര വിഭാഗക്കാരും നാടോടികളും ഓല കൊണ്ടും കല്ലുകൊണ്ടും നിർമ്മിച്ച വീടുകളിൽ താമസിക്കുന്നവർ മാത്രമല്ല ഉള്ളത്. ധാരാളം വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ആധുനിക നഗരങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ബോഗോട്ട, സിംഗപ്പൂർ, ജക്കാർത്ത, ഇക്വിറ്റാസ്, ക്വിറ്റോ, ആമസോൺ തടത്തിലെ മനൌസ്, ബെലെ തുടങ്ങിയ നഗരങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥ സസ്യങ്ങളുടെ വളർച്ചയെ ഏറെ പിന്തുണയ്ക്കുന്നു. എന്നാൽ ഈ കാലാവസ്ഥ കീടങ്ങളുടെയും ബാക്ടീരിയകളുടെയും വളർച്ചയ്ക്കും വ്യാപനത്തിനും കാരണമാകും. അപ്പോൾ നമ്മൾ ഭൂമധ്യരേഖാ പ്രദേശത്തെ തദ്ദേശീയരെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ്? ആഫ്രിക്കയിലെ പിഗ്മികൾ, ആമസോൺ തടത്തിലെ ഇന്ത്യൻ ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയവരാണ് ഇവിടുത്തെ തദ്ദേശീയർ. ഇനി ഇവിടെ അവർ ചെയ്യുന്ന കൃഷി ഏതാണ്? സ്ഥാനമാറ്റ കൃഷി അഥവാ വെട്ടിച്ചൂട്ട് കൃഷിയാണ്. അപ്പോൾ സ്ഥാനമാറ്റ കൃഷിയും വെട്ടിച്ചൂട്ട് കൃഷിയും ചെയ്യുന്ന സ്ഥാനത്ത് യൂറോപ്യന്മാരുടെ വരവോടെ അവർ എന്തായി? തോട്ടവിളകളും ആരംഭിച്ചു. ഇനി റബ്ബർ കൃഷിയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ഏത്? മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവ. ഇനി ഇവർ ചെയ്യുന്ന മറ്റൊരു തോട്ടവിള കൃഷിയാണ് കൊക്കോ. അപ്പോൾ ഭൂമധ്യരേഖ ഈ കാലാവസ്ഥാ മേഖലയിൽ ഓല കൊണ്ടും കല്ലുകൊണ്ടും നിർമ്മിച്ച വീടുകൾ മാത്രമല്ല ഉള്ളത്, ധാരാളം വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വലിയ നഗരങ്ങളും എല്ലാം ഈ മേഖലയിൽ കാണാൻ കഴിയും. അതിനുദാഹരണങ്ങളാണ് ബോഗോട്ട, സിംഗപ്പൂർ, ജക്കാർത്ത, ഇക്വിറ്റാസ്, ക്വിറ്റോ തുടങ്ങിയതും ആമസോൺ തടത്തിലെ മനൌസ്, ബെലെ തുടങ്ങിയ നഗരങ്ങളും. ഇനി ഇവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് നോക്കാം. ചൂടേറിയ കാലാവസ്ഥയാണ്, പക്ഷേ എപ്പോഴും മഴയും ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥയിൽ കീടങ്ങളുടെയും ബാക്ടീരിയകളുടെയും വളർച്ചയ്ക്കും വ്യാപനത്തിനും കാരണമാകുന്നു. ഇത് ഈ മേഖലയിൽ വൻതോതിലുള്ള രോഗവ്യാപനത്തിന് കാരണമാകുന്നു. കീടങ്ങളുടെ വ്യാപനം വിളകളെയും
ഹാനികരമായി ബാധിക്കുന്നുണ്ട്. ആമസോൺ തടത്തിലെ വിദൂര പ്രദേശങ്ങളിലും കോങ്കോ തടം, ബോർണിയോ എന്നിവിടങ്ങളിലെ മിക്ക പ്രദേശങ്ങളിലും ഇന്നും ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒന്നും തന്നെയില്ല. നദികളാണ് ഇവിടുത്തെ പ്രകൃതിദത്ത ഹൈവേകൾ. ലോക കാലാവസ്ഥ സുസ്ഥിരമാക്കുന്നതിൽ ഭൂമധ്യരേഖാ കാടുകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. ലോകത്തിലെ ആകെ വനഭൂമിയുടെ 1/3 വനപ്രദേശവും സ്ഥിതി ചെയ്യുന്നത് ആമസോൺ തടം, കോങ്കോ തടം, തെക്കുകിഴക്കൻ ഏഷ്യ എന്നിങ്ങനെ 3 മേഖലകളിലാണ്. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. എന്താണ്? ചൂട് കൂടുതലാണ്, അതോടൊപ്പം തന്നെ ധാരാളം മഴയും ലഭിക്കുന്നത് കൊണ്ട് തന്നെ കീടങ്ങളുടെയും ബാക്ടീരിയകളുടെയും വളർച്ചയ്ക്ക്, വ്യാപനത്തിനും രോഗങ്ങളുടെ വ്യാപനത്തിനുമെല്ലാം കാരണമാകുന്നു. ഇവിടുത്തെ പ്രധാന ഹൈവേകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? നദികളാണ് പ്രധാന പ്രകൃതിദത്ത ഹൈവേകൾ. ചില സ്ഥലങ്ങളിൽ ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളൊന്നും തന്നെ എത്തി നോക്കിയിട്ട് പോലുമില്ല. ഇനി ലോക കാലാവസ്ഥ സുസ്ഥിരമാക്കുന്നതിൽ ഈ ഭൂമധ്യരേഖാ കാടുകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. ലോകത്തിലെ ആകെ വനഭൂമിയുടെ 1/3 വനപ്രദേശവും സ്ഥിതി ചെയ്യുന്നത് 3 പ്രദേശങ്ങളിലായിട്ടാണ്. ഒന്ന് ആമസോൺ തടം, പിന്നെ ഒന്ന് കോങ്കോ തടം, പിന്നെ തെക്ക് കിഴക്കൻ ഏഷ്യ എന്നീ മേഖലകളിലാണ് ലോകത്തിലെ ആകെ വനഭൂമിയുടെ 1/3 സ്ഥിതി ചെയ്യുന്നത്. ഇനി പിഗ്മികൾ എന്താണ് പിഗ്മികൾ? ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കോങ്കോ തടം ഉൾപ്പെടെയുള്ള ഉൾപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന തദ്ദേശീയരാണ് പിഗ്മികൾ. താരതമ്യേന ഉയരം കുറഞ്ഞവരാണ് പിഗ്മികൾ. പരമ്പരാഗതമായി വേട്ടയാടുന്നവരാണ് പിഗ്മികൾ. ഉപജീവനത്തിനായി വനത്തെ വളരെയധികം ആശ്രയിക്കുന്നു. പഴങ്ങൾ, പരിപ്പ്, തേൻ, മറ്റ് വനവിഭവങ്ങൾ എന്നിവയുടെ ഭക്ഷണത്തിനായി ശേഖരിക്കാറുണ്ട്. ഇനി മാംസം, മത്സ്യം, വേരുകൾ, പഴങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് ഇവരുടെ ഭക്ഷണക്രമം. നാടോടി ജീവിതശൈലിയാണ് പിന്തുടരുന്നത്. ഇലകൾ, മരച്ചില്ലകൾ തുടങ്ങിയ വസ്തുക്കളിൽ നിർമ്മിച്ച ചെറിയ താൽക്കാലിക കുടിലുകളിലാണ് ഇവർ പലപ്പോഴും താമസിക്കുന്നത്. പിഗ്മികൾ കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്. തനത് നൃത്തം, സംഗീതം, താളവാദ്യങ്ങൾ എന്നിവ ഇവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ പിഗ്മികളെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് പിഗ്മികൾ? ആഫ്രിക്കയിലെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കോങ്കോ തടം ഉൾപ്പെടെയുള്ള ഉൾപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന തദ്ദേശീയരാണ് പിഗ്മികൾ. ഇനി ആമസോൺ തടത്തിൽ ആളുകൾ താമസിക്കുന്നത് മലോഗ എന്ന പ്രത്യേകതരം വീടുകളിലാണ്. ആമസോൺ തടത്തിൽ അവർ താമസിക്കുന്ന വീടുകൾ അറിയപ്പെടുന്നതാണ് മലോഗ. ഈ വീടുകൾ കുത്തനെ ചെരിഞ്ഞ മേൽക്കൂരയോട് കൂടിയവയുമാണ്. മലേഷ്യൻ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളെ കംബോങ്സ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഗ്രാമങ്ങളെ വിളിക്കുന്നത്? കംബോങ്സ്. ഭൂമധ്യരേഖാ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് നിദ്രാരോഗം. സെസെ എന്ന ഈച്ചകളിലൂടെയാണ് ഈ രോഗം പകരുന്നത്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ കൊതുക് വരുത്തുന്ന മറ്റൊരു രോഗമാണ് യെല്ലോ ഫീവർ. അപ്പോൾ നമ്മൾ പിഗ്മികളെ കുറിച്ച് പറഞ്ഞു. പിന്നെ ആളുകൾ താമസിക്കുന്ന ആമസോൺ തടത്തിലെ ആളുകൾ താമസിക്കുന്ന വീടുകളുടെ പേരാണ് മലോഗ. ഗ്രാമങ്ങളെ പറയുന്നത് എന്താണ്? കംബോങ്സ് എന്നാണ് ഗ്രാമങ്ങളെ പറയുന്നത്. ഈ ഭാഗത്ത് ഈ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് നിദ്രാരോഗം. ഇതിന് കാരണമാകുന്നത് സെസെ എന്ന ഈച്ചകളാണ് ഈ രോഗം പരത്തുന്നത്. പിന്നെ കൊതുക് പരത്തുന്ന മറ്റൊരു രോഗമാണ് യെല്ലോ ഫീവർ. അപ്പോൾ നമ്മൾ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലകളെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ അവരുടെ അവിടുത്തെ തദ്ദേശീയരാരൊക്കെയാണ്, അവരുടെ ജനജീവിതം എങ്ങനെയാണ്, കാലാവസ്ഥ എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ അവിടുത്തെ ജൈവ വൈവിധ്യവും സസ്യവൈവിധ്യവും എന്താണ്, ഇതൊക്കെയാണ്. പിന്നെ അവിടെ വരുന്ന മരങ്ങളെക്കുറിച്ചും ലോകത്തിൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന മഴക്കാടുകളെക്കുറിച്ചും ഒക്കെയാണ് ഈ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ നമ്മൾ പറഞ്ഞത്. പിന്നെ ഈ മഴക്കാടുകളെ പറയുന്ന പേരെന്താണ്? സെൽവാസ് അഥവാ ഭൂമധ്യരേഖാ നിത്യഹരിതവനങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഭൂമധ്യരേഖാ കാലാവസ്ഥ മാത്രമാണ് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ തുന്ദ്ര മേഖലയെക്കുറിച്ച് വിശദമായി നമുക്ക് പഠിക്കാം.